സംവിധാനം. അന്താരാഷ്ട്ര കുറ്റാന്വേഷണ രംഗത്ത് സിൽവർ നോട്ടീസ് എന്ന പേരിൽ പുതു സംവിധാനമൊരുക്കി രാജ്യാന്തര കുറ്റാന്വേഷണ ഏജൻസിയായ ഇന്റർപോൾ നിലവിൽ പുറപ്പെടുവിച്ചു വരുന്ന 8 നിറങ്ങളിലുള്ള നോട്ടീസുകൾക്കൊപ്പം ഒരു പുതു നോട്ടീസും കൂടി ചേർത്താണ് പുതിയ സംവിധാനം സജ്ജമാക്കിയിരിക്കുന്നത്. അതിർത്തി കടന്നുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കായിട്ടാണ് ഇന്റർപോൾ സിൽവർ നോട്ടീസ് ഇറക്കിയിരിക്കുന്നത്. ഇന്ത്യ അടക്കമുള്ള 52 രാജ്യങ്ങൾക്ക് ഈ പൈലറ്റ് പദ്ധതിയുടെ ഭാഗമാകാൻ കഴിയും. തട്ടിപ്പ്, അഴിമതി, പാരിസ്ഥിതിക കുറ്റകൃത്യങ്ങൾ, മയക്കുമരുന്ന് കടത്ത് തുടങ്ങിയ ക്രിമിനൽ പ്രവർത്തനങ്ങളുമായി ബന്ധമുള്ളവരുടെ സ്വത്തുക്കൾ കണ്ടെത്താനും പിടിച്ചെടുക്കാനും ആഗോളതലത്തിൽ അലർട്ടുകൾ പങ്കിടാനും കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അഭ്യർത്ഥിക്കാനും അംഗരാജ്യങ്ങളെ സഹായിക്കുന്നതിനാണ് ഇന്റർപോൾ സിൽവർ നോട്ടീസ് സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 2023 വിയന്നയിൽ നടന്ന ഇന്റർപോളിന്റെ 91ാമത് ജനറൽ അസംബ്ലിയിലാണ് സിൽവർ നോട്ടീസും ഡിഫ്യൂഷൻ പൈലറ്റ് പ്രൊജക്ടും അവതരിപ്പിക്കപ്പെട്ടത്. 2025 നവംബർ വരെ അംഗരാജ്യങ്ങൾക്ക് ഈ സംവിധാനം പ്രയോജനപ്പെടുത്താനാകും. ഒരു പ്രധാന മാഫിയ അംഗത്തിന്റെ സ്വത്ത് വിവരങ്ങൾ തേടിയുള്ള ഇറ്റലിയുടെ അഭ്യർത്ഥന മാനിച്ച് ഇന്റർപോൾ ആദ്യ സിൽവർ നോട്ടീസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്റർപോൾ ആവിഷ്കരിച്ചിരിക്കുന്ന ഈ സംവിധാനം ഇന്ത്യക്കും ഏറെ സഹായകരമായി തീരും. ഇന്ത്യയിൽ രാജ്യം വിട്ട് ഒളിച്ചോടിയ 10ഓളം സാമ്പത്തിക കുറ്റവാളികളുണ്ട്. അവരെ സംബന്ധിച്ച വിവരങ്ങൾ അറിയുന്നതിന് സിൽവർ നോട്ടീസ് ഉപകാരപ്പെടും. അങ്ങനെ അനധികൃത സ്വത്തും നികുതി വെട്ടിപ്പും നടത്തിയ കുറ്റവാളികളുടെ സ്വത്തുവകകൾ കണ്ടെത്തുന്നതിനും സിൽവർ നോട്ടീസ് ഇന്ത്യക്ക് സഹായകരമായി തീരും. സ്വത്തുവകകൾക്കൊപ്പം വാഹനങ്ങൾ, സാമ്പത്തിക അക്കൗണ്ടുകൾ, ബിസിനസ്സുകൾ എന്നിവയുൾപ്പെടെ കള്ളപ്പണം വെളുപ്പിച്ച സ്വത്തുക്കൾ കണ്ടെത്തുന്നതിനും തിരിച്ചറിയുന്നതിനും വിവരങ്ങൾ നേടുന്നതിനും സിൽവർ നോട്ടീസ് പ്രയോജനപ്പെടും. ക്രിമിനൽ സാമ്പത്തിക നേട്ടങ്ങൾ ലക്ഷ്യമിടുന്നത് രാജ്യാന്തര സംഘടിത കുറ്റകൃത്യങ്ങളെ ചെറുക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ്. കാരണം ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ 99% ക്രിമിനൽ സ്വത്തുക്കളും കണ്ടെടുക്കാനായിട്ടില്ല. ഇന്റർപോൾ സെക്രട്ടറി ജനറൽ വാൽഡസി ഉർഗിസ പറഞ്ഞു. ഒരു രാജ്യത്തിന്റെ ഇന്റർപോൾ നാഷണൽ സെൻട്രൽ ബ്യൂറോയിൽ നിന്നുള്ള അഭ്യർത്ഥന പ്രകാരം ഇന്റർപോളിന്റെ ജനറൽ സെക്രട്ടേറിയറ്റ് നോട്ടീസ് പുറപ്പെടുവിക്കും. കൂടാതെ ഈ നോട്ടീസ് ഡാറ്റാബേസ് വഴി എല്ലാ അംഗരാജ്യങ്ങൾക്കും ആക്സസ് ചെയ്യാവുന്നതുമാണ്. ഇങ്ങനെ ലഭ്യമാകുന്ന അറിയിപ്പുകൾ പോലീസിന്റെ ഉപയോഗത്തിന് മാത്രമുള്ളതാണ്. അതേസമയം പൊതുജനങ്ങളെ അറിയിക്കുന്നതിനോ സഹായം തേടുന്നതിനോ ഒരു എക്സ്ട്രാക്ട് പ്രസിദ്ധീകരിച്ചേക്കാം. ആദ്യഘട്ടത്തിൽ രാജ്യങ്ങൾക്ക് 500 സിൽവർ നോട്ടീസുകൾ വരെ അഭ്യർത്ഥിക്കാൻ സാധിക്കും. നിലവിൽ ഇന്റർപോൾ 8 തരത്തിലുള്ള നോട്ടീസുകളാണ് പുറപ്പെടുവിച്ചു വരുന്നത്. സിൽവർ നോട്ടീസിന്റെ പ്രസിദ്ധീകരണത്തിനും പ്രചാരത്തിനും മുൻപ് ഇന്റർപോളിന്റെ നിയമങ്ങൾ പാലിക്കുന്നതിനായി ഇന്റർപോൾ ജനറൽ സെക്രട്ടേറിയറ്റ് ഓരോ സിൽവർ നോട്ടീസും ഡിഫ്യൂഷനും അവലോകനം ചെയ്ത് രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് അവ ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പാക്കും. അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങളും സുരക്ഷയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളെയും കുറിച്ച് അംഗരാജ്യങ്ങളെ അറിയിക്കുന്നതിന് ഇന്റർപോൾ കളർ കോഡഡ് നോട്ടീസ് സിസ്റ്റമാണ് ഉപയോഗിച്ചു വരുന്നത്. അതിലെ പുതിയ കൂട്ടിച്ചേർക്കലാണ് സിൽവർ നോട്ടീസ്. സിൽവർ നോട്ടീസ് കൂട്ടിച്ചേർക്കപ്പെടും മുമ്പ് 7 കളർ കോഡഡ് നോട്ടീസ് സിസ്റ്റമായിരുന്നു ഇന്റർപോളിനുണ്ടായിരുന്നത്. അംഗരാജ്യങ്ങൾക്കിടയിൽ അന്താരാഷ്ട്ര സഹകരണവും വിവരങ്ങൾ പങ്കിടലും സുഗമമാക്കുന്നതിനായാണ് ഇന്റർപോൾ ഇത്തരം ഒരു സംവിധാനം ആവിഷ്കരിച്ചിരിക്കുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.